അപ്പോൾ ഇദ്ദേഹം ക്രിമിനലാണ്, എന്തുകൊണ്ട് നടപടി സ്വീകരിച്ചുകൂടാ, അറസ്റ്റ് ചെയ്തുകൂടെ, ഞങ്ങൾ സംരക്ഷിച്ചോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇത്തരത്തിൽ നിങ്ങൾ പറയുന്നു ടി.ജി. മോഹൻദാസിനെ പോലുള്ള ആളുകളെ അറസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ നടപടിയെടുക്കാൻ വൈകി എന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങളുടെ ഭരണകാലത്ത് നിങ്ങളുടെ നേതാക്കൾ തന്നെ, മണിയാസാനെ പോലെയുള്ള ആളുകൾ, അത് ഗ്രാമീണ പദങ്ങളാണ്, അത് പ്രാദേശികപരമായ ഭാഷയാണെന്നൊക്കെയാണ് അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത്. എത്രയോ മോശപ്പെട്ട വാക്കുകളാണ്. റെഡി 1 2 3 പറഞ്ഞ് ആളുകളെ കൊലപ്പെടുത്തിയെന്ന് പരസ്യമായിട്ട് പറഞ്ഞ ആളാണ് മണിയാസാൻ. അതിനുശേഷം എത്രയോ സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ അദ്ദേഹം നടത്തി. അതിനൊന്നും ഒരു നടപടിയോ ഒരു താക്കീതോ പാർട്ടിയുടെ ഭാഗത്തു നിന്നും ഒന്നും ഉണ്ടായില്ല. ഇതൊക്കെ കൃത്യമായി ഇതിനെതിരെ നടപടി സ്വീകരിക്കുകയും ഇതൊക്കെ കൃത്യമായി അവർക്ക് താക്കീതുകളൊക്കെ നൽകുന്ന പാർട്ടിയാണെങ്കിൽ നമുക്ക് അംഗീകരിക്കാം. പക്ഷേ നിങ്ങളുടെ ഭരണകാലത്ത് നിങ്ങളിൽപ്പെട്ട ആളുകളാണെങ്കിൽ അവരെ പരമാവധി സംരക്ഷിച്ചു കൊണ്ടുപോകുന്ന സമീപനം തന്നെയാണ് നിങ്ങൾ പുലർത്തിയത്. അങ്ങനെയല്ലേ അഡ്വക്കേറ്റ് ശ്യാം? ഒരു കാരണവശാലുമല്ല. ഇവിടെ കോൺഗ്രസ് പ്രതിനിധി ചില കാര്യങ്ങൾ സൂചിപ്പിച്ചു. അദ്ദേഹം പറഞ്ഞത് ഓക്കിയുടെ സമയത്ത് മുഖ്യമന്ത്രി കടപ്പുറത്ത് ചെന്നപ്പോൾ വലിയ പ്രതിഷേധം നേരിട്ടു എന്നാണ്. ഞാൻ പറയുന്നത് അത് അഭിമാനത്തോടു കൂടി ഞങ്ങൾ പറയുന്നു. ദുരന്തമുഖത്ത് സാധാരണക്കാരായ മനുഷ്യർ അവരുടെ പ്രതിഷേധം പ്രകടിപ്പിക്കും, അവരുടെ സങ്കടങ്ങൾ പ്രകടിപ്പിക്കും, അവരുടെ വിഷമങ്ങൾ പറയും. ഇതൊക്കെ നേരിടാനാണ്, ഇതൊക്കെ കേൾക്കാനാണ് ഒരു ഭരണാധികാരി പോകേണ്ടത്. എന്തായാലും ഓക്കി ഉണ്ടായപ്പോൾ കണ്ണൂരിലേക്ക് ഹെലികോപ്റ്ററിൽ അമ്മായിയച്ഛനെ കാണാനല്ല കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പോയത്. അദ്ദേഹം ദുരന്തമുഖത്തേക്കാണ് പോയത്. എറണാകുളത്ത് അങ്കമാലിയിലേക്ക് ചാലക്കുടിയിലെ ഹെലികോപ്റ്റർ ഇവിടെ തിരുവനന്തപുരത്ത് വന്ന് കൊണ്ടുപോയി തിരുവല്ല വരെ പോയപ്പോൾ ഇറങ്ങാൻ പറ്റാതെ വന്നു, തിരിച്ചു വന്നു, വീണ്ടും പോയി ഓറഞ്ചും ആപ്പിളുമായി അമ്മായിയച്ഛൻ്റെ സുഖവിവരം അന്വേഷിക്കാനല്ലല്ലോ പോയത്. അദ്ദേഹം ജനങ്ങളുടെ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി ജനങ്ങൾ പ്രകടിപ്പിച്ച പ്രതിഷേധം കേൾക്കാനും ജനങ്ങൾ പ്രകടിപ്പിച്ച അഭിപ്രായം കേൾക്കാനും ജനങ്ങൾ പറഞ്ഞ വിഷമങ്ങൾ കേൾക്കാനുമല്ലേ പോയത്. അത് ഞങ്ങൾ അഭിമാനത്തോടെ ഉറച്ചു നിൽക്കുന്നു. ഒരു ഭരണാധികാരി ദുരന്തമുഖത്ത് ആത്മധൈര്യം കൊടുക്കുവാൻ വേണ്ടിയാണ് ദുരന്തമുഖത്തേക്ക് ചെല്ലേണ്ടത്. ഒരു ഭരണാധികാരി നിശ്ചയമായും വിഷമങ്ങൾ കേൾക്കുവാനും സങ്കടങ്ങൾ കേൾക്കുവാനുമാണ് ചെല്ലേണ്ടത്. അപ്പോൾ അക്കാര്യത്തിൽ അതാണ് മറുപടി. പിന്നീട് ക്രിമിനലുകൾ പ്രളയവുമായി ബന്ധപ്പെട്ട് DYFI പിന്തുണ നൽകിയില്ലെന്ന് ഞാൻ പറയുന്നു. സുഹൃത്തെ, എല്ലാ കാലത്തും കേരളത്തിൽ പ്രളയവും കേരളത്തിൽ കോവിഡും ഈ ലോകത്താകമാനം കോവിഡ് പടർന്നു പിടിച്ചപ്പോൾ കേരളത്തിൽ മരണപ്പെട്ട മൃതദേഹങ്ങൾ അടക്കം ചെയ്തവരുടെ സംഘടനയാണ് DYFI. എല്ലാ മതവിഭാഗത്തിൽപ്പെടുന്നവരും മരണപ്പെട്ടു. ചില മൃതദേഹങ്ങൾ അടക്കം ചെയ്യുവാൻ ആളുകളില്ലാതെ മാറി നിന്നു. ആ സമയത്ത് ഞങ്ങൾ അവർ അർഹിക്കുന്ന എല്ലാ ആദരവും നൽകി ആ മൃതദേഹങ്ങൾ അടക്കം ചെയ്തവരാണ് DYFI. ഞങ്ങൾ ആക്രിപിറക്കി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തു. നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങൾ ചലഞ്ച് ചെയ്ത് വയനാട്ടിലെ ദുരന്തബാധിതരുടെ പേരിൽ ചലഞ്ചുകൾ വെച്ച് മണ്ഡലം കമ്മിറ്റികൾ പിരിച്ച തുക ഇന്ന് വരെ ഏത് അക്കൗണ്ടിൽ നിക്ഷേപിച്ചു എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് വെള്ള പേപ്പർ എടുത്ത് കാണിക്കാനേ പറ്റൂ. നിങ്ങളുടെ കയ്യിൽ കണക്കുകളില്ല. നിങ്ങളുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ തന്നെ അന്ന് പറഞ്ഞ് 88 ലക്ഷം രൂപ കിട്ടുന്നു. 88 ലക്ഷം രൂപയാണെങ്കിൽ പോലും അതെവിടെ? വയനാട്ടിലെ വീടെവിടെ? നിങ്ങൾ ദുരന്തബാധിതരെ ഈ സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിച്ച് ദുരന്തബാധിതർക്ക് വേണ്ടി ഞങ്ങൾ അവരെ സംരക്ഷിക്കുവാൻ വേണ്ടി എന്തെല്ലാമോ ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ നാടിനെ കബളിപ്പിച്ചവരാണ് നിങ്ങൾ. വിഷയത്തിലേക്ക് മടങ്ങി വരാം. അതെ, വിഷയമായിട്ടും മറുപടി പറയണ്ടേ? രജിൻ പറഞ്ഞു ക്രിമിനലുകൾ ഞങ്ങളില്ല. നിങ്ങൾ നിലമ്പൂര് രജിൻ പറഞ്ഞ കാര്യങ്ങൾക്ക് അക്കമിട്ട് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. രജിൻ പറഞ്ഞ കാര്യങ്ങൾക്ക് അക്കമിട്ട് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പ്രളയ ദുരിതാശ്വാസത്തിൽ ഞങ്ങൾ പിന്തുണ നൽകിയില്ലെന്ന് പറഞ്ഞു. ആ ചോദ്യത്തിനാണ് എന്റെ വളരെ വ്യക്തമായ മറുപടി. 2, ക്രിമിനലുകൾ നിങ്ങളുടെ ഉള്ളിലില്ലെന്ന് പറഞ്ഞു. നിലമ്പൂരെ കോൺഗ്രസിന്റെ മണ്ഡലം കമ്മിറ്റി ഓഫീസിലെ തൂപ്പുകാരി രാധ എന്ന് പറയുന്ന പാവപ്പെട്ടൊരു സ്ത്രീയെ ഒന്ന് ചാക്കിൽ കെട്ടിയിട്ടത് ആരാണ്? രജിനെ, നിങ്ങളുടെ മണ്ഡലം കമ്മിറ്റി ഭാരവാഹികളല്ലായിരുന്നോ? നിങ്ങളുടെ മണ്ഡലം കമ്മിറ്റി ഭാരവാഹികളല്ലായിരുന്നോ? രജിനോട് ഞാൻ ചോദിക്കുന്നത്, രജിൻ ബഹളം വെക്കാതെ. രജിൻ പറഞ്ഞപ്പോ ഞാൻ കണ്ടില്ലല്ലോ. രജിൻ പറഞ്ഞ ആരോപണങ്ങൾക്ക് അക്കമിട്ട് ഞാൻ മറുപടി പറയുകയാണ്. രജിൻ പറഞ്ഞപ്പോൾ മിണ്ടാതിരുന്ന് കേട്ട ആളാണ് ഞാൻ. രജിനി മറുപടി കേൾക്കുമ്പോൾ ഇങ്ങനെ അസ്വസ്ഥനാവുന്നത്? അക്കമിട്ട് ഞാൻ മറുപടി പറയല്ലേ? രജിൻ എന്തിനാണ് ഈ ബഹളം വെക്കുന്നത്? ഞാൻ അക്കമിട്ട് മറുപടി പറയല്ലേ രജിനെ? ഞാൻ അക്കമിട്ട് മറുപടി പറയാണ്. നിങ്ങളുടെ ഉള്ളിൽ ക്രിമിനലുകളില്ലേ? നിലമ്പൂരിലെ നിങ്ങളുടെ മണ്ഡലം കമ്മിറ്റി ഓഫീസിലെ തൂപ്പുകാരി രാധ എന്ന് പറയുന്ന നിർദ്ധനയായ സ്ത്രീയെ കൊലപാതകം നടത്തി നിങ്ങൾ ചാക്കിൽ കെട്ടി നിങ്ങളുടെ മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ സൂക്ഷിച്ചില്ലേ? പോലീസ് പിടിച്ചില്ലേ? ആരാ ഭരിച്ചത്? അവരകത്തായിട്ടുണ്ട്. നിങ്ങളുടെ ഉള്ളിൽ അവരില്ല എന്ന് പറയുന്നതുകൊണ്ടാണ് എതിർപ്പ്.
നിങ്ങൾ അവരകത്തായിട്ടുണ്ട്, അവർക്കെതിരെ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ രാഷ്ട്രീയ പ്രവർത്തനം, കോൺഗ്രസിന്റെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന നിങ്ങളുടെ ഉള്ളിൽ ക്രിമിനലുകളില്ല. നിങ്ങൾ ചൂണ്ടിക്കാണിക്കുമെന്ന് രജനി പറഞ്ഞുകൊണ്ട് ചൂണ്ടിക്കാണിച്ചതാണ്. എത്ര ഉദാഹരണങ്ങളുണ്ട് രചന. ഇപ്പൊ BJP-യുടെ ഭാഗമായി സൂചിപ്പിച്ച അദ്ദേഹത്തിന് ഇടയ്ക്ക് സാങ്കേതിക തടസ്സം വന്നെങ്കിലും അദ്ദേഹം സൂചിപ്പിച്ചത് അദ്ദേഹത്തിന്റെ പാർട്ടി മാതൃകാപരമായി നടപടിയെടുക്കുകയാണ്. സാർ, ഉന്നാവ് പീഡനത്തിൽ ഒരു MLA ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ടു. സാർ, ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ട് അയോഗ്യനാക്കുന്ന നിമിഷം വരെ അദ്ദേഹത്തിന് എതിരെ സംഘടനാ നടപടി സ്വീകരിച്ചില്ല. കാശ്മീരിൽ ആസിഫ എന്ന് പറയുന്ന 4 വയസ്സുകാരി ക്ഷേത്രത്തിനുള്ളിൽ വെച്ച് ആക്രമിക്കപ്പെട്ടപ്പോൾ, ക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ടപ്പോൾ പ്രതികളെ അറസ്റ്റ് ചെയ്തതിനെതിരെ ദേശീയ പതാക പൊക്കിപ്പിടിച്ചുകൊണ്ട് തെരുവിൽ പ്രകടനം നടത്തിയതിന് 2 മന്ത്രിമാർ, BJP-യുടെ മന്ത്രിമാർ രാജിവെക്കേണ്ടി വന്നു. സാർ, രാജ്യത്താകമാനം എത്ര ക്രിമിനൽ പശ്ചാത്തലമുള്ളവരെ നിങ്ങൾ മന്ത്രിമാരായി MLA-മാരായി വാഴിക്കുന്നു. അർജുൻ ആയങ്കി എന്ന് പറയുന്ന CPI-ന്റെ മുൻപ് ഒരു പ്രവർത്തകനായിരുന്ന ഒരാൾക്കെതിരെ നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ഇതെല്ലാം സൂചിപ്പിക്കണ്ടേ? നിങ്ങൾ എന്ത് നടപടിയാണ് സ്വീകരിക്കുന്നത്? ക്രിമിനൽ പശ്ചാത്തലമുള്ളവരുമായി ബന്ധപ്പെട്ട്, ക്രിമിനൽ ആക്ടിവിറ്റികളിൽ പങ്കെടുക്കുന്നവരുമായി ബന്ധപ്പെട്ട്, ഇങ്ങനെയുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ, ക്രൂരമായ ബലാത്സംഗ കേസുകളിൽ ശിക്ഷിക്കപ്പെടുന്നിടം വരെ നിങ്ങളുടെ പ്രതിനിധിയായി ഉത്തർപ്രദേശ് നിയമസഭയിൽ ഒരാൾ ഇരുന്നു, കുൽദീപ് സിംഗ്. അദ്ദേഹത്തിനെതിരെ നടപടിയെടുത്തോ? അദ്ദേഹം നിങ്ങളുടെ ടിക്കറ്റിൽ നിയമസഭയിൽ അംഗമായിരുന്നില്ലേ? നിരവധിയായ പേരുകൾ അങ്ങോട്ട് പറയുവാനുണ്ട്, നിരവധിയായ ആരോപണങ്ങൾ അങ്ങോട്ട് വെക്കുവാനുണ്ട്. ഞങ്ങൾ വ്യക്തമായി പറഞ്ഞല്ലോ, അർജുൻ ആയങ്കിയെ സംബന്ധിച്ച് വളരെ വ്യക്തമായ നിലപാടാണ് ഞങ്ങൾ തള്ളിപ്പറഞ്ഞു, ഞങ്ങൾ സംഘടനാ നടപടിയെടുത്തു. ഇനിയായാലും ഞങ്ങൾ പറയുന്നു, ഞങ്ങളുടെ സംഘടനാപരമായ ഒരു പിന്തുണയും ഇത്തരം ഒരു നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും ലഭിക്കുന്നില്ല. ആ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് അർജുൻ ആയങ്കിയല്ല ഏതൊരാൾ നടത്തിയാലും അതിനെ തള്ളിപ്പറയുവാൻ ഞങ്ങൾ യഥാസമയം തള്ളിപ്പറയുവാൻ ഞങ്ങൾ ശ്രദ്ധ കാണിച്ചിട്ടുണ്ട്. സ്ത്രീപക്ഷവാദം ഉയർത്തുമ്പോഴും നമ്മൾക്കറിയാം, കഴിഞ്ഞ 10 വർഷം MLA ആയിരുന്ന M. മുകേഷ്, കൊല്ലത്തെ MLA ആയിരുന്ന മുകേഷിനെതിരെ പരാതി വന്നു, ഒരു നടപടിയും സ്വീകരിച്ചില്ല. പാർട്ടി എന്താണ് ചെയ്തത്? അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അദ്ദേഹത്തെ പാർലമെന്റിലേക്ക് അങ്ങ് മത്സരിപ്പിച്ചു. സ്ത്രീപീഡന കേസിൽ പരാതിയുള്ള MLA MP ആക്കാൻ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പറയരുത്. അദ്ദേഹത്തിനെതിരെ ആരോപണം ഉയർന്നു വന്നത് തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമാണ്. ആ കാലയളവിൽ വളരെ പെട്ടെന്ന് വരാം.